ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 9ാം ക്ലാസ്സിന്റെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ നാളെ കൂട്ടുകാർക്ക് മാത്സ് ആണ് എക്സാം. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, സം ഓഫ് ദ ഫസ്റ്റ് 5 ഓഡ് നമ്പർ ഈസ് 25. ആദ്യത്തെ 5 ഓഡ് നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് 25 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ മീൻ ഓഫ് ദീസ് നമ്പേഴ്സ്? ഈ നമ്പേഴ്സിന്റെ മീൻ എന്തായിരിക്കും? മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? സം ഓഫ് ദ ഫസ്റ്റ് 5 ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പൊ ആദ്യത്തെ 5 ഓഡ് നമ്പർ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 1, 3, 5, 7, 9 ആണ്. ഓക്കെ, അപ്പൊ ഇത് ആഡ് ചെയ്ത് നമുക്ക് 25 കിട്ടുന്നുണ്ടോ നോക്കിയാക്കാം. 9 + 1 10, 10 + 7 17, 17 + 3 20, 20 + 3 25. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ 5 നമ്പേഴ്സ്. അപ്പൊ ഇതിന്റെ മീൻ എന്താണ്? ഇതിന്റെ മീൻ ഈ നടുക്കി കിടക്കുന്ന 5 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ മീൻ ഓഫ് ഫസ്റ്റ് 5 ഈവൻ നമ്പേഴ്സ്? ഫസ്റ്റ് 5 ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാല് 2, 4, 6, 8, 10. അപ്പൊ ഇതിന്റെ സെന്ററിൽ ആരാണ്? 6 ആണ്. അപ്പൊ ഇതിന്റെ ഉത്തരം 6. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. When the square is scaled, both its side and its diagonal changes. If D stands for diagonal and A for side, then write D in terms of A. അപ്പൊ നമ്മുടെ സ്ക്വയറിന്റെ ഡയഗണൽ D ആണ്, ഒരു സൈഡ് A ആണ്. അപ്പൊ അവർ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അപ്പൊ ആ റിലേഷൻ എന്താണ്? D is equal to √2 into A ആണ്. അപ്പൊ ഈ റിലേഷൻ കൂട്ടുകാർ എന്ത് ചെയ്യണം? നോക്കി വെക്കുക. Are they proportional? If so, what is the proportionality constant? അപ്പൊ ഇവര് പ്രൊപ്പോർഷണൽ ആണോ? ഒന്ന് കൂടുമ്പോ എന്താണ്? മറ്റേതും കൂടും. അപ്പൊ എന്താണ്? ഇവര് പ്രൊപ്പോർഷണൽ ആണോ? ആണ്. യെസ്. അപ്പൊ ഇതില് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഏതാണ്? √2. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം, ഗ്രാഫ് ഓഫ് എ പോളിനോമിയൽ ഇസ് ഗിവൻ ബിലോ. അപ്പൊ ഒരു പോളിനോമിയലിന്റെ ഗ്രാഫ് തന്നിട്ടുണ്ട്, അതാണ് താഴെ തന്നിരിക്കുന്നത്. റൈറ്റ് ദ പോളിനോമിയൽ. അപ്പൊ ഇത് ഏതാണ്? P of x is equal to ഏതാണ്? x ആണ്. What is P of 2? അങ്ങനെയാണെങ്കിൽ P of 2 എത്രയായിരിക്കും? P of 2 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ x വന്നു. അപ്പൊ ഇവിടെ എന്താണ്? P of 2 എന്തായിരിക്കും? 2 ആയിരിക്കും. നെക്സ്റ്റ് ചോദ്യം നോക്കാം. ബേസ് പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ പ്രിസം. ഒരു സ്ക്വയർ പ്രിസത്തിന്റെ ബേസ് പെരിമീറ്റർ 12 സെന്റിമീറ്റർ ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ എത്രയായിരിക്കും? ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ഉത്തരം എത്ര കിട്ടും? 120 സ്ക്വയർ സെന്റിമീറ്റർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കി നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വോളിയം എത്രയായിരിക്കും? വോളിയം 3 സ്ക്വയർ ഇൻറ്റു എത്രയാണ്? 10 ആണ്. 3 സ്ക്വയർ ഇൻറ്റു 10 ആണ് അല്ലേ? അപ്പൊ 3 സ്ക്വയർ ചെയ്താൽ 3 സ്ക്വയർ എന്ന് പറഞ്ഞാല് 3 ഇൻറ്റു 3 9 ആണ്. 9 ഇൻറ്റു 10 90 ക്യൂബിക് സെന്റിമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അഞ്ചാമത്തെ ചോദ്യം, 1/3 of the sum of two numbers. 1/3 of the sum of two numbers എന്ന് പറയുന്നത് 14 ആണ്. Half of the difference is 4 ആണ്. അങ്ങനെയാണെങ്കിൽ write the equation using above fact. അപ്പോ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ എഴുതിയാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എന്താണ്? 1/3 of the sum of two numbers. 1/3 into x plus y ആണ് എന്ത്? തന്നിരിക്കുന്ന 14.
അങ്ങനെയാണെങ്കിൽ x plus y നമുക്ക് എഴുതാം 1/3 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും x plus y is equal to 14 into 3 which is equal to 42. അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി x plus y which is equal to 42. ഇനി അടുത്തത് പറയുന്നത് half of their difference ആണ്. അതായത് half of the difference half into x minus y 4 ആണ്. അങ്ങനെയാണെങ്കിൽ x minus y 4 into 2 which is equal to 8 ആണ്. അപ്പൊ അടുത്ത റിലേഷൻ കിട്ടി x minus y is equal to 8. അങ്ങനെയാണെങ്കിൽ x എത്ര? Find the numbers. x plus y 42 x minus y എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ നമുക്ക് ഇതിന് x ഉം y ഉം കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിത് പ്ലസ് ചെയ്ത് നോക്കാം. പ്ലസ് ചെയ്ത് നോക്കുമ്പോൾ x plus x 2x ആവും. y minus y ക്യാൻസൽ ആയി പോകും. ഇനി 42 plus 8 എന്താ വരിക? 9 10 ബാക്കി 1 50 വരും. 2x is equal to 50. അങ്ങനെയാണെങ്കിൽ x എന്ത് കിട്ടും? 25. അപ്പൊ നമുക്ക് കിട്ടി x is equal to 25. x 25 ആണെങ്കിൽ y എത്രയായിരിക്കും? ഇവിടെ നോക്കാം. x plus y 42 ആണ്. x എന്ന് പറഞ്ഞാൽ 25 ആണ്. plus y is equal to 42. y is equal to 42 minus 25. 42 minus 25 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 17 കിട്ടും. അപ്പൊ y യുടെ വാല്യൂ y is equal to 17. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Side of a rectangle are √2 plus 1 and √2 minus 1. Find the approximate perimeter of the two decimal places. അപ്പൊ ഇതിന്റെ approximate ആയിട്ടുള്ള എന്താണ്? approximate ആയിട്ടുള്ള ഓക്കെ, ഇതൊന്ന് ഡിലീറ്റ് ചെയ്യട്ടെ. അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള എന്ത് കണ്ടുപിടിക്കണം? പെരിമീറ്റർ കണ്ടുപിടിക്കണം. അപ്പൊ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? 2 into l plus b ആണ്. അപ്പൊ 2 into l ഉം b യും തന്നിട്ടുണ്ട്. എന്താണ്? √2 plus 1 plus പിന്നെന്താണ്? √2 minus 1 ആണ്. അപ്പൊ ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2 into 2 √2 എന്ന് കിട്ടും. 2 into 2 നമുക്ക് 4 എന്ന് എഴുതാം. √2ന്റെ വാല്യൂ 1.4 ആണ്. which is equal to 5.65 centimeter. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏരിയ എന്തായിരിക്കും? ഏരിയ കാണാനുള്ള ഇക്വേഷൻ L into B ആണ്. അതായത് √2 plus 1 into √2 minus 1. ഓക്കെ, അപ്പൊ ഇത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ഇത് പറഞ്ഞാല് a plus b into a minus b ആണ്. അതായത് a square minus b square. √2 square എന്ന് പറഞ്ഞാൽ 2 ആണ്. minus 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. 2 minus 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 square centimeter. അപ്പൊ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 1 square centimeter. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.